ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്, നിങ്ങളുടെ ഏതൊരു ന്യായമായ ആവശ്യത്തിനും കൂടെയുണ്ടാകും ഡിവൈഎഫ്ഐ എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു ഡെലിഗേഷൻ ടീച്ചറുടെ നേതൃത്വത്തിൽ എന്നെ വന്ന് കാണുകയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായി 2 ഘട്ടങ്ങളിലായി ഞങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും കേൾക്കുകയും ചെയ്തു. അങ്ങനെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫയലുണ്ട്. ആ ഫയൽ വിശദാംശങ്ങൾ ഇവരിൽ നിന്നും ശേഖരിച്ച് സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിച്ച് ആ ഫയൽ എവിടെ എത്തി എന്നതും സംബന്ധിച്ചും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അപ്പൊ അതിലിവർ എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഫിനാൻസിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് വരും ദിവസങ്ങളിൽ തന്നെ അത് സാധ്യമാകും. ഇപ്പോഴത് ജനറൽ എഡ്യൂക്കേഷന്റെ റൂൾസ് പരിശോധിക്കുന്ന ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിലേക്ക് ഇന്നത് പോയിട്ടുണ്ട്. ആ ഫയൽ നീക്കം വേഗതയിലാക്കുന്നതിനുള്ള നടപടി ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവർക്ക് ബോധ്യമാകുന്ന വിധം തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. തീർച്ചയായും അത് വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്, നിങ്ങളുടെ ഏതൊരു ന്യായമായ ആവശ്യത്തിനും കൂടെയുണ്ടാകും ഡിവൈഎഫ്ഐ എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പ്. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് പകർന്നു തരാനുള്ള കാര്യം, കേരളത്തിൽ 2016 മുമ്പ് സ്ഥിരം ഈ സ്കൂളുകളിലെ നിയമനങ്ങൾ, അധ്യാപക നിയമനങ്ങൾ നടക്കാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. മുഴുവൻ പ്രൊട്ടക്റ്റഡ് അധ്യാപകരുടെ ഒരു കാലമായിരുന്നു. 2016 മുതൽ LPSC ആകട്ടെ, UPSC ആകട്ടെ, HSA ആകട്ടെ, ഒരു വർഷത്തെ പോലും, ഒരു ദിവസത്തിന്റെ പോലും കാലതാമസമില്ലാതെ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പല ജില്ലാ ലിസ്റ്റുകളും LPSC ആകട്ടെ, UPSC ആകട്ടെ എക്സോസ്റ്റഡ് ആയി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മെയിൻ ലിസ്റ്റ് അവസാനിപ്പിക്കുമ്പോഴും റിപ്പോർട്ടുകൾ ചെയ്യാൻ ഒഴിവുകൾ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ബാക്കിയുണ്ടാകും. അതിനെയാണ് എക്സോസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവസാനിച്ച ചരിത്രമാണ് പല അധ്യാപക ലിസ്റ്റിലും ഉള്ളത്. ഇവിടെ പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 3 വർഷം ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് ഇന്ന് വളരെ വിശദമായി പറഞ്ഞത്. 2.5 വർഷം ബാക്കി, 2 വർഷം ബാക്കിയുണ്ട്. ആ 2 വർഷം ഇനി ബാക്കിയുണ്ട്. 3 വർഷത്തെ ലിസ്റ്റാണ് എന്നുള്ളത്. അപ്പൊ തീർച്ചയായും ഇന്നിവിടെ വെച്ച് മാത്രമല്ല, ഇക്കാര്യത്തിൽ മാത്രമല്ല, ഈ ലിസ്റ്റ് തീരുന്നത് വരെയുള്ള സമയത്ത് അത് നിങ്ങൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരോടും ചോദിച്ചാൽ മതിയാകും. ആ റാങ്ക് ലിസ്റ്റിന്റെ അവസാന ദിവസം വരെയും ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ പരമാവധി ആളുകൾക്ക് സ്ഥിരം നിയമനം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് തൊട്ടുമുമ്പ് അവസാനിച്ച റാങ്ക് ലിസ്റ്റ് എല്ലാവരും അത് ചെയ്യുന്ന കാര്യമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിന്റെയും പരമാവധി ആളുകൾക്ക് നിയമനം കിട്ടാനുള്ള യാത്രയിൽ നിങ്ങൾക്കൊപ്പം ഡിവൈഎഫ്ഐ എന്ന ഓർഗനൈസേഷനും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എന്നോടൊപ്പം ഇവിടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനൂപും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ലിജുവും ഉണ്ട്. ഞാൻ ഈ വിവരം നിങ്ങളോട് ഇങ്ങോട്ട് വരുന്ന വിവരവും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ VK സനോജുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടി പിരിയാം. നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ നടത്തിയത് വളരെ ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരമാണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർമാർ എന്ന നിലയിൽ വളരെ അവധാനത പുലർത്തുകയും ഈ സമര കേന്ദ്രത്തിൽ നിങ്ങൾ വളരെ ജനാധിപത്യപരമായ സമര മാതൃകകൾ പിന്തുടരുകയും ചെയ്തു. അതുകൊണ്ട് ജനാധിപത്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡിവൈഎഫ്ഐ അഭിവാദ്യം ചെയ്യുകയാണ്.